എടോ എത്തിയടോ വർക്കി, അവരെത്തി. ആര്? സ്വാമിയും കൂട്ടരും CBI ഇവിടെ എത്തി. ഞാനും കേട്ടു. സത്യദാസന് ഔസേപ്പച്ചനെയാ പേടി. എന്നാ വന്നാലും വാ തുറക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനത് അവിടെ ഇരുന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പം വയറിളകാൻ തുടങ്ങും. ഔസേപ്പച്ചൻ പേടിക്കണ്ട. വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഔസേപ്പച്ചൻ അത് ഇഷ്ടമാവില്ലെന്ന് അറിയാം. പക്ഷേ ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ. അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാവോ? സഹിക്കാഞ്ഞിട്ട്. എടോ എവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു, മോനോ ഉറക്കത്തിലും പഴയാ. നോക്കിയേ, 2 കിങ്കരന്മാരുടെ ഇടയിലെ പാവപ്പെട്ട ഒരു ഔസേപ്പച്ചൻ. എവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടിയുടെ കൂടെ ജയിലിൽ പോയി കിടക്കുന്നതാ നല്ലത്. അവനെ അറിയാഞ്ഞിട്ടല്ല, ചില സമയത്ത് വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഔസേപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ്, അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ? CBI എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ? ജനകീയ സമിതിക്കാർ തെണ്ടികള്. താനും സംശയിക്കുകയാണോ എന്നെ? എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. നാരായണനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ തനിക്ക്? പോയില്ലേ ഔസേപ്പച്ച? അതൊരു അപകട മരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ. കർത്താവേ, ആ സ്വാമി ആയിരിക്കരുതേ. ഹലോ, നോക്കട്ടെ. എടാ സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടിയേ, ചേട്ടത്തി, സണ്ണിക്കുട്ടി എന്തിയേ? പന്നിക്കുട്ടിയോ? ഉണ്ടായിരുന്ന ഒന്നിനെ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറി വെച്ചത്. ഓ, ഈ ഔസേപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല. സണ്ണിക്കുട്ടി ചത്തു. പൗരമുന്നണി നേതാവ് ടൈലർ മാണി, മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ അടിയോടി, സ്കൂൾ ടീച്ചർ റോസമ്മ. തൽക്കാലം ആദ്യത്തെ 2 പേരെ വിളിപ്പിക്കാം. ടൈലർ മണി, അടിയോടി. ശരി സർ. ഗണേഷ്. ഹലോ, എന്താ ഇത്ര മറവി? സോറി. ആ ഫയലിംഗ് തരാം മാഷേ. എനിക്ക് ധൃതിയുണ്ട്. ഞാൻ ധൃതിയിലാണല്ലോ നോക്കുന്നേ. എവിടം വരെ എത്തി ഇൻവെസ്റ്റിഗേഷൻ? ഇന്ന് അസ്തമയത്തിന് മുമ്പ് കള്ളനെ പിടിക്കും, ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് തീർച്ചയായിട്ടും. എന്താ കളിയാക്ക? ചോദ്യം പോലെ ഇരിക്കും. അതിങ്ങതാ ലേശം കഴിയും. അതങ്ങോട്ട് കൊടുക്കൂ. കൊടുക്കാന്നേ, വെറുതെ അത് പിടിച്ചോണ്ടിരിക്കും. താങ്ക്സ്. എന്താ ആ കുട്ടി CBIയോട് പെട്ടെന്നൊരു സിമ്പതി? സിമ്പതിയോ? എന്ത് സിമ്പതി? ഈ സിമ്പതി സൂക്ഷിക്കണം. ഇതാ പിന്നീട് വളർന്ന് 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 പന്തൽ. ഇതിന്റെ ഒരു നാവ് ഒന്നകത്ത് പോയേ. മിസ്റ്റർ അടിയോടി, ഈ മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അടിയോടിക്ക് അറിയാവോ? ഒരുപാട് കൊടുക്കലും വാങ്ങലൊക്കെ ഉള്ള ആളായിരുന്നില്ലേ? അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ? അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും? ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ. വല്ലാത്ത ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശത്രുക്കൾ പുറത്തുള്ളവരല്ല, കൂടെയുള്ളവർ തന്നെയാണെന്നേ ഞാൻ പറയൂ. കൂടെയുള്ളവരെന്ന് പറയുമ്പോൾ? മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സ്, കോളാടി വർക്കി, മാളിയേക്കൽ ഔസേപ്പച്ചൻ, മരിച്ചുപോയ നാരായണൻ. ഈ നാരായണന്റെ മരണമാണോ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്ററിൽ കണ്ടത്? അതെ സാർ. പക്ഷേ നാരായണൻ്റേത് അപകടമരണമായിരുന്നു, അല്ലാതെ ആരും കൊന്നൊന്നുമല്ല. എന്തപകടം? ഔസേപ്പച്ചനൊത്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയിൽ നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു. അങ്ങനെയാ മരിക്കണത്. നാട്ടുകാരതിനെ വലുതാക്കി. ഈ ഔസേപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട്.
അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. ഈ ഔസേപ്പച്ചനും നാരായണനും കുമാരപുരംകാരാണോ? അതേന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഉള്ളവരല്ല, ഇടയ്ക്ക് വന്ന് താമസാക്കിയവരാ. ഔസേപ്പച്ചന്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ. അങ്ങനെ അവർ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത്. അല്ല ചാക്കോ, ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം. കൂടാതെ ഇപ്പോഴത്തെ പോലൊരു ഡീവിയേഷൻ അന്ന് ഈ കേസിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം പാർട്ട്നേഴ്സിനെ കുറിച്ചൊന്നും അന്വേഷണം ഉണ്ടാവാത്തത്. പാർട്ട്നേഴ്സ് തന്നെയാണ് ശത്രുക്കളെന്ന് മിസ്റ്റർ അടിയോടി പറഞ്ഞല്ലോ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? സാർ, മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം സ്വത്തുക്കളും മറ്റു പാർട്ട്നേഴ്സിന് വിറ്റു. പക്ഷെ ഞാനത് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം. 23 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവനാണ് ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോണ കാര്യം എന്നോട് ആലോചിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. വിറ്റ ശേഷമെങ്കിലും പറയണ്ടേ സാർ? അതും പറഞ്ഞിട്ടില്ല. സത്യം, എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടന്ന് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച പോലീസിനോടോ പറഞ്ഞില്ല? ഭയന്നിട്ടാണ് സാർ പറയാത്തത്. സത്യം, ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയണത്. മാണിക്കുഞ്ഞ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഇടി കൊണ്ടിട്ടുണ്ടോ താൻ? ഇല്ല. കൊള്ളണോ? വേണ്ട. താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ട്നേഴ്സും കൂടി തട്ടിയെടുത്തെന്ന്? സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പാർട്ട്നേഴ്സിന് സംശയം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തെന്ന്? ചത്തു തൊലയുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പറഞ്ഞു? ഇല്ല. അതോ മറ്റു വല്ലവരും പറഞ്ഞു? സംശയം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാലുണ്ടല്ലോ തന്നെ നടുമുറ്റത്ത്. ഇല്ല, പറയില്ല. ആഹാ, ഇത്രയും മിടുക്കിയ ഒരു മോളുണ്ടോ തനിക്ക്? സത്യം, ഇനി ആരെടുത്ത് വാ തുറക്കില്ല ഞാൻ. ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ. നേരം വെളുത്തപ്പോ കവളത്ത് മുഴുവൻ നീരായിരുന്നു. ആരാ ഓഫീസർ? സത്യദാസ്. വർഷം എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത്. എന്നാലും സാറിനെ കാട്ടിക്കൊടുക്കരുത്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട. പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ ആരാ താമസം? പാർട്ട്നേഴ്സ് ആരെങ്കിലും ആണോ? അല്ല, അതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞ് വാങ്ങിയത് മകന്റെ പേരില. അതുകൊണ്ട് പാർട്ട്നേഴ്സിന് കിട്ടിയില്ല. മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി. അവളും പോയി. ഇപ്പൊ ആ വീട്ടില് താമസം മോസിയുടെ അപ്പനും അമ്മയാ, മോളിയും സൈമണും. മോളിയും സൈമനും? സർ, അടിയുടെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലം പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞങ്ങളില്ലേ? ചെല്ലേ, ഉണ്ടാക്കാം. വരൂ. ഓ, நீங்க இங்க பேசிட்டு இருக்கிற 2-3 பேர் வந்தா சிபிஐ இங்கே தானே தாமசம்னு கேட்டா இல்லைன்னு தானே சொல்லலாம். കുട്ടിസ്വാമി എന്താ പറഞ്ഞത്? இல்லைன்னு പറഞ്ഞു. ஆனா இனி யாரு கேட்டாலும் இங்க தங்கி இருக்கிறவங்க சிபிஐக்காரங்கன்னு தைரியமா சொல்லுங்க. அப்படியா? அப்ப சஸ்பென்ஸ் தீர்ந்ததா? சஸ்பென்ஸ் இன்னும் தீரல.
എന്താ ഉണ്ടായത്? 8 മണിക്ക് തുടങ്ങിയതാ കല്ലേറ്. 10 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ചെല്ലും ബാക്കിയില്ല. അതിന്റെ കരണ്ടും പോയി, ഫോണും ഡെഡ്. ഇതൊന്നും നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനാവില്ല. എന്നെ ഉദ്ദേശിച്ചായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ആര് കാരണമായാലും ശരി, കല്ലുമഴയല്ല പാറക്കല്ല് മഴ പെയ്താലും ഞാനും എന്റെ മക്കളെ സഹിച്ചോളാം. ശരിയാ, നീ ഇവിടെ നിങ്ങൾ പോകുന്നില്ല. പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇത് നിന്റെ വീടാ. വേറെ അവിടെ നീ പോകും. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാര്യത്തിൽ നീ ചർച്ചയില്ല. വെറും ഇരുട്ടിലല്ല തപ്പുന്നതെന്ന് ഇന്നലത്തെ സംഭവം കൊണ്ട് ബോധ്യായി. സത്യം മാത്രമല്ല, അസത്യവും നമ്മളെ പിന്തുടരുന്നുണ്ട്. എന്ന് വെച്ചത് ലാഘവത്തോടെ എടുക്കരുത് സാർ. സംഭവം പോലീസിൽ അറിയിക്കണം. അറിയിക്കണം, പോലീസിൽ അറിയിക്കണം, തീർച്ചയായിട്ടും അറിയിക്കണം. അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ. ഈ ഓണം കേറാ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ എന്നോ. എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും. തന്നെയുമല്ല, അതിസുന്ദരികളുള്ള നാടാടോ ഇത്. അതിന്റെ അട്രാക്ഷൻ ഒന്ന് വേറെ. ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ആ കാര്യം ഇപ്പൊ വന്ന കാലിൽ തന്നെ പുറത്തു പോണ്ട്. പിന്നെ വിളിക്കാം സർ. എന്താടോ തനിക്കെന്തിനാ ഇത്ര ടെൻഷൻ? ആരായാലും എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാനൊക്കൂ. കുറെ നേരമായിട്ട് അവർ കാത്തു നിൽക്കുന്നു സർ. നിക്കട്ടടോ, കരയ്ക്കുമ്പോ എവിടെങ്കിലും ഇരുന്നോളും. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത് ആ കാലങ്ങ് തിരുമ്മിക്കൂടെ. എവിടെയാ പാച്ചുവും ഗോപാലിനും പോയോ? ഇല്ല, തന്നോട് 2 വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്നറിയാവോ? 132.5 കിലോമീറ്റർ ദൂരെ അങ്ങേരെത്തിയെന്നറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ദാ ഇങ്ങനെ. കുറെ നാൾ ഈ കാക്കി ഞാൻ വിട്ടതാ, അതുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലും പറയാതെ പറ്റില്ല. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത 2 എണ്ണേ ഉള്ളൂ. ഒന്ന് പട്ടിയുടെ വാലും, മറ്റേത് ചാക്കോ. ഹലോ. ഫാദർ മരിച്ചപ്പോൾ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു. ഇപ്പൊ ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എന്റെ അനുശോചനങ്ങൾ. ഹൗ ഈസ് യുവർ മദർ ആൻഡ് സിസ്റ്റർ? ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയോടെ മത്സരിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയില്ല, പക്ഷെ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല. അനിയൻ ഇപ്പൊ കാണിച്ച് ഏതായാലും ശരിയായില്ല. ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയൊക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും. അതുകൊണ്ടാണല്ലോ ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടു ബാഡ്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. വരട്ടെ,